വീട്ടിലുള്ള പണിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ഇന്ദു. അപ്പോഴാണ് പുറത്ത് ഭർത്താവ് മോളെ കൊഞ്ചിക്കുന്നത് കേട്ടത്. സമയം ഏതാണ്ട് 10:30 രാവിലെ 4 മണിയായപ്പോൾ എഴുന്നേറ്റതാണ്. മോൾക്കും മോനും സ്കൂളിൽ പോകണം. ഏറ്റവും ഇളയ കുട്ടിയെ കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് ഉറക്കണം. അങ്ങനെ ജോലികൾ അനവധിയാണ്. ഇതിനിടയിൽ ഭർത്താവിന് വേണ്ട ഭക്ഷണവും തയ്യാറാക്കണം. എല്ലാ കാര്യവും ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഒന്ന് സഹായിക്കാൻ അയാൾക്ക് മനസ്സില്ല. ഷർട്ടിന്റെ ബട്ടൺ വരെ താൻ ഇട്ടുകൊടുത്താൽ സന്തോഷം എന്ന രീതിയിലാണ് അയാൾ ഇരിക്കുന്നത്. ഇനിയും ജോലികൾ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നാളത്തേക്കുള്ള അയാളുടെ ഷർട്ട് ഒന്ന് അയൺ ചെയ്യുവാൻ. അതും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കിടക്കാം എന്നാണ് കരുതിയത്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ജോലികൾ ചെയ്തു തീർത്തു. ശേഷം അലമാരയിൽ നിന്നും ഭർത്താവിൻ്റെ ഷർട്ടെടുത്ത് അയൺ ചെയ്തു വെച്ചു. അപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് വന്നിരുന്നു. കുളി കഴിഞ്ഞ് വന്നിരുന്ന് കഴിക്കാമെന്നാണ് കരുതിയത്. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഉറക്കം കണ്ണുകളിൽ വന്നു മൂടി. പിന്നെ എന്തുകൊണ്ടോ ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കഴിക്കാനെടുത്ത ഭക്ഷണം അതേപോലെ മൂടി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ശേഷം അടുക്കളയെല്ലാം വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ലൈറ്റുകളൊക്കെ അണച്ച് മുറിയിലേക്ക് ചെന്ന് കട്ടിലേക്ക് കിടന്നപ്പോൾ തന്നെ ഭർത്താവ് തിരിഞ്ഞു വന്ന് വയറിൽ കെട്ടിപ്പിടിച്ചിരുന്നു. അയാൾക്ക് മൂഡ് വന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. അവൾക്ക് നല്ല ക്ഷീണം തോന്നിയിരുന്നു. ഒന്നും മിണ്ടാതെ അവൾ കിടന്നു. എങ്കിലും അയാൾ അപ്പോഴേക്കും അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു കിടത്തിയിരുന്നു. എനിക്ക് വയ്യ ഹരിയേട്ടാ, ഇന്നൊട്ടും വയ്യ, ഒന്നുറങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ നിനക്ക് എപ്പോഴാകുന്നത്? ഞാൻ താല്പര്യത്തോടെ എപ്പോഴൊക്കെ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ താല്പര്യമില്ലാതെ മാറിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ദു, ഇന്നെനിക്ക് നല്ല മൂഡുണ്ട്. ഞാൻ ഇന്നൊരു സൂപ്പർ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എതിർക്കരുത്. എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ദേഷ്യത്തോടെ ആണെങ്കിലും ഒന്നും മിണ്ടാതെ അവൾ അയാൾക്ക് വഴങ്ങിക്കൊടുത്തു. വികാരവിചാരങ്ങൾ പരകൂടിയിലെത്തിയപ്പോൾ തൻ്റെ ശരീരത്തിൽ താണ്ഡവമാടി അയാൾ തൻ്റെ കഴുത്തിലേക്ക് തളർന്നു വീണു. നീ എന്താ ഇങ്ങനെ ശവം പോലെ കിടക്കുന്നത്? നീയായിട്ട് മുൻകൈയെടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ? ദേഷ്യത്തോടെ അവളിൽ നിന്നും അകന്നു മാറി അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ സുഖം മാത്രം അറിഞ്ഞാൽ പോരെ? നിനക്ക് കൂടി സുഖം കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാലും നിന്റെ മുഖത്ത് ഈ ഒരു ഭാവമല്ലേ വരത്തുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വീട്ടിലെ ജോലിയും കുട്ടികളുടെ കാര്യമെല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് ഞാൻ രാത്രി നിങ്ങളോട് താല്പര്യത്തോടെ വരാം. അപ്പം മുഖത്ത് വരുന്ന ഭാവം എന്താണെന്ന് ഒന്ന് കാണാമല്ലോ. താല്പര്യമില്ലാതെ അയാളോട് അത്രയും പറഞ്ഞ് വസ്ത്രങ്ങളെല്ലാം എടുത്ത് ബാത്റൂമിലേക്ക് പോയി ഒന്നുകൂടി മേൽ കഴുകി. അയാൾക്കരികിൽ അവൾ വന്നു കിടന്നു. അപ്പോഴേക്കും അയാൾ ഉറക്കമായിരുന്നു. തിരിഞ്ഞു കിടന്ന് ഒന്നുറങ്ങിയപ്പോഴേക്കും മോളെഴുന്നേറ്റ് കരയാൻ തുടങ്ങി. കുറച്ചു സമയം കരഞ്ഞിട്ടും അവൾ ഉറങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവളെ മടിയിലെടുത്ത് വെച്ച് ഒന്നുകൂടി തട്ടി. എന്നിട്ടും കരച്ചിൽ ഉച്ചയിലാവുകയായിരുന്നു. എൻ്റെ പൊന്നിന്ദു, എനിക്ക് വയ്യ, ഞാനൊന്നുറങ്ങിക്കോട്ടെ. നീ ആ കൊച്ചിനെ കൊണ്ട് ആ ഹോളിലെങ്ങാനും പോയിരിക്കുക. കുറച്ചു നേരം നീ ആ കൊച്ചിനെ ഒന്ന് എടുത്തോണ്ട് നടക്ക്, അവളുടെ കരച്ചിൽ മാറും. അത്രയും പറഞ്ഞ അയാൾ പുതപ്പ് തലയ്ക്ക് മുകളിലേക്കിട്ടപ്പോൾ വല്ലാത്ത ദേഷ്യവും സങ്കടവുമാണ് ഇന്ദുവിന് വന്നത്. അവൾ അവിടെ നിന്നും കുഞ്ഞിനെയും കൊണ്ട് എവിടേക്കും എഴുന്നേറ്റ് പോയില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ വീണ്ടും ഒച്ചയിലായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാല് കൊടുത്ത് കുഞ്ഞ് ഉറങ്ങിയിരുന്നു. ആ സമയത്ത് ഇന്ദു കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം അടുക്കളയിൽ പോയി കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചു. കുഞ്ഞിന് പാല് കൂടി കൊടുത്തത് കൊണ്ട് അവൾക്ക് വല്ലാതെ വിശന്നിരുന്നു. കഴിച്ചതിനു ശേഷം അവൾ നേരെ കിടക്കയിലേക്ക് വന്നു കിടന്നു. 4 മണിയുടെ അലാറം അടിച്ചിട്ട് അവൾ അത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നു. 6 മണിയായപ്പോഴും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഇന്ദുവിനെയാണ് അയാൾ കണ്ടത്. അവൻ പെട്ടെന്ന് ക്ലോക്കിൽ നോക്കി. സമയം. എടീ, സമയം പോയി, നീ വേഗം എഴുന്നേക്ക്. പിള്ളേർക്ക് സ്കൂളിൽ പോകണം, എനിക്ക് ഓഫീസിൽ പോകണം. ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ? അവളെ തട്ടി വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. എനിക്ക് സൗകര്യപ്പെടില്ല. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞത്. ഇന്ദു, നീ തമാശ പറയാതിരുന്നേ. സമയം ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. കുട്ടികളെ എങ്ങനെയാ സ്കൂളിൽ വിടുന്നത്? ഹരിയേട്ടൻ എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ വിട്. എൻ്റെ മാത്രം കുട്ടികളല്ലല്ലോ. ഒരു ദിവസം എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഞാനങ്ങനെ ഓഫീസിൽ പോകുന്നത്? സാധാരണ എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത് അതേപോലെ അങ്ങ് പോകണം. അതിനിപ്പോൾ ഇത്ര പറയാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ എന്ത് കഴിച്ചിട്ട് പോകും? പുറത്ത് നിന്ന് വാങ്ങണം, പൈസ ഇല്ലേ? ഇന്ദു, നീ തമാശകളാ? തമാശയല്ല ഹരിയേട്ടാ, ഞാൻ ഇന്നു മുതൽ ഇത്തിരി സീരിയസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വണ്ടിക്കൂലി ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അത് തരാൻ പറ്റില്ല എന്ന്. അതേപോലെ ഞാൻ ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ആരും യാതൊരു കൂലിയും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഈ വീട്ടിൽ ഞാൻ ചെയ്യുന്ന വീട്ടുപണി വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാസം ഒരു 20,000 രൂപയെങ്കിലും കിട്ടും. ഒരു 10,000 രൂപയെങ്കിലും എനിക്ക് കിട്ടണം. ഇനി ഇവിടുത്തെ ജോലി ചെയ്യാൻ എന്നെ കിട്ടില്ല. ജോലിയും കുട്ടികളെയും നോക്കുന്നത് എല്ലാം കൂടി
എനിക്ക് മാസം നിങ്ങൾ ഒരു 10,000 രൂപ തരണം. പിന്നെ രാത്രിയിൽ എന്നോട് കാണിക്കുന്ന പരാക്രമണം ഉണ്ടല്ലോ, അതിന് വേറെ പൈസ തരണം. അങ്ങനെ പൈസ തന്ന് നിന്റെ കൂടെ കിടക്കാനല്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അങ്ങോട്ട് പൈസയും പണവും തന്നത് നിങ്ങളുടെ കൂടെ കിടക്കാൻ വേണ്ടിയല്ല ഞാനും. എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് എന്നെ ജോലിക്ക് വിടാത്തത് നിങ്ങളായിരുന്നു. നിങ്ങളുടെ പരാക്രമണത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് 3 പിള്ളേരും ഉണ്ടായി. അവരെ ഓർത്ത് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ അതും വേണ്ടെന്ന് വെക്കും. എല്ലാത്തിനെയും ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതല്ലല്ലോ. സ്വന്തം കുഞ്ഞ് രാത്രി ഒന്ന് കരഞ്ഞാൽ അതിനെ എടുക്കാൻ പോലും നിങ്ങൾക്ക് വയ്യ. നിങ്ങൾക്ക് ശല്യമാണ്. ബുദ്ധിമുട്ടും എനിക്കുണ്ട്. എല്ലാ ജോലികളും കഴിഞ്ഞ് ഞാനൊന്ന് കിടക്കാൻ നോക്കിയപ്പോൾ അപ്പോൾ നിങ്ങൾ കണ്ട ഇംഗ്ലീഷ് പടത്തിൻ്റെ വീഡിയോയുമായിട്ട് വരും. ഇനി ഈ പരിപാടി ഇവിടെ നടക്കില്ല. എനിക്ക് തന്നെ പറ്റില്ല. ഒന്നുകിൽ ഒരു ജോലിക്കാരിയെ വെക്കണം, അല്ലെങ്കിൽ നിങ്ങളും കൂടി വന്ന് എന്നെ സഹായിക്കണം. എന്തൊക്കെയാണെങ്കിലും എനിക്ക് മാസം 10,000 രൂപ അക്കൗണ്ടിലിട്ട് തരണം. അല്ലെങ്കിൽ എന്നെ ജോലിക്ക് വിടണം. അതിലെന്തെങ്കിലും തീരുമാനമായിട്ട് ഈ കട്ടിലിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും. ഇന്ദു പറഞ്ഞപ്പോൾ തൻ്റെ തെറ്റുകളെക്കുറിച്ചൊക്കെ ആ നിമിഷം ഹരിയും ചിന്തിച്ചു. അവളെ താൻ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. അവനേറെ സ്നേഹത്തോടെ അവളെ ഒന്ന് തലോടി. വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടാണ് അയാൾ അവളെ ഇത്രയും അലിവോടെ ഒന്ന് തലോടുന്നത് എന്ന ആ നിമിഷം ഇന്ദുവിനും തോന്നിയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.